സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ നടന്ന റേഷൻ തിരിമറിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ച ജില്ലാ കളക്ടർ. ഇടമലക്കുടിയിലെ റേഷൻ കടകളിൽ നിന്ന് 65 ടൺ അരിയാണ് 1.5 വർഷത്തിനിടയിൽ കാണാതായത്. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ നേരിട്ടെത്തി ഇടമലക്കുടിയിൽ പരിശോധന നടത്തിയതിന് പിന്നാലെയാണ് ജില്ലാ ഭരണകൂടവും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചത്. അരിക്കൊള്ളയിൽ ദേവികുളം ഗിരിജൻ സർവീസ് സൊസൈറ്റിക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് പറഞ്ഞു. സൊസൈറ്റിയിൽ ഒരുപാട് ക്രമക്കേടുകൾ നടന്നതായിട്ടാണ് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാവുന്നത്. ഇടമലക്കുടിയിലെ റേഷൻ ക്രമക്കേടുകൾ വളരെ ദൗർഭാഗ്യകരമാണ്. കാരണം വെച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഏക ഒരു ട്രൈബൽ പഞ്ചായത്തിൽ അവിടെ മുഴുവനും ഈ നമ്മുടെ ആദിവാസി സമൂഹം ജീവിക്കുന്നിടത്ത് ഈ ക്രമക്കേട് നടത്തിയത് ആരായാലും അത് വളരെയധികം ശിക്ഷ അറിയിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. ഈ ഭക്ഷ്യസുരക്ഷ കമ്മീഷണറുടെ ഒരു സന്ദർശനം അവിടെ ഉണ്ടായിരുന്നു. വളരെ വ്യാപകമായിട്ടത് ഇപ്പോഴും ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം ഗൗരവത്തോടെ കാണുന്ന ഒരു വിഷയം തന്നെയാണ്. ഇതിൽ ഇൻവോൾവ് ചെയ്ത മുഴുവൻ ആൾക്കാർക്കെതിരെ ശക്തമായ നടപടികൾ ഉറപ്പുവരുത്തും. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് ഉറപ്പുവരുത്തും.